ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നിംഹാൻസിലാണ് കേട്ടോ. നിംഹാൻസിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിംഹാൻസ് എന്ന് പറഞ്ഞത് ഭയങ്കര നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നമുക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി PhD നഴ്സിംഗ് അങ്ങനെ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ പറഞ്ഞത്, അതായത് പേഷ്യൻറ്റിനെ കൊണ്ട് കാണിക്കാൻ ഫസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര കൺഫ്യൂസിങ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എവിടെ വെച്ചിട്ടാണ് നമുക്ക് OP ടിക്കറ്റ് കിട്ടുക, എവിടുന്ന് രജിസ്ട്രേഷൻ ചെയ്യുക, അങ്ങനെ ഒരു ഫസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിന്ന് പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഫസ്റ്റായിട്ട് നിംഹാൻസിൽ വന്നിട്ട് ഒരു പേഷ്യൻറ്റിനെ കാണിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എവിടെ വെച്ചിട്ടാണ് നമുക്ക് OP ടിക്കറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എവിടേക്കാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, കമോൺ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് എമർജൻസി ബ്ലോക്ക് എഴുതി കാണിക്കുന്ന ബോർഡിൻ്റെ ഉള്ളിലേക്ക് നേരെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് OPDയിലേക്ക് പോകാനുള്ളത്. അവിടുന്ന് ഡയറക്റ്റ് നടന്നു കഴിഞ്ഞാൽ നിംഹാൻസ് എമർജൻസി സർവീസ് ബ്ലോക്ക് കാണാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ഇതിലൂടെയാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. ഈ ഗേറ്റ് കടന്നിട്ടാണ് നമുക്ക് പോകാനുള്ളത്. അതായത് നിംഹാൻസ് എമർജൻസി ബ്ലോക്ക് സർവീസ് ബ്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഗേറ്റിലൂടെ നടന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഫസ്റ്റ് ടോക്കൺ എടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ ഈ വഴിയിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഗേറ്റ് 2 എന്ന് എഴുതിയിട്ടുള്ള ഒരു പോർഷൻ കാണും. അതും കടന്ന് പോയിട്ടാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ടോക്കൺ എടുക്കേണ്ടത്. ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് തിരിച്ച് വരാനുണ്ട്, പക്ഷേ ഫസ്റ്റ് നമുക്ക് ടോക്കൺ എടുക്കാനിതാ ഈ ഗേറ്റ് കടന്ന് അപ്പുറം നേരെ പോയിട്ട് ആ ഒരു എൻഡിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ടോക്കൺ കൗണ്ടർ കാണാൻ പറ്റുക. ഈ ടോക്കൺ കൗണ്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റിനോട് നമുക്ക് പറഞ്ഞാൽ മതി പേഷ്യൻ്റ് ആരാണെന്നും ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടതെന്നും ഏത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ളത് ഈ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരു ചെറിയൊരു സ്ലിപ്പുണ്ട്, ആ സ്ലിപ്പ് എടുത്തിട്ട് നമുക്ക് തരും. അതാണ് നമ്മളുടെ ടോക്കൺ, ഫസ്റ്റ് കിട്ടുന്ന ടോക്കൺ അതാണ്. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിലോട്ട് നടക്കുക കേട്ടോ. അങ്ങനെ ബാക്കിലോട്ട് കുറേ ദൂരമല്ല, കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീ രജിസ്ട്രേഷൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ കുറച്ച് സ്ക്രീനുകളും അതുപോലെ കുറച്ച് സെക്യൂരിറ്റി ചേട്ടന്മാരും ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രീ രജിസ്ട്രേഷൻ നടക്കുക. പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേര്, വയസ്സ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ എല്ലാം കൊടുക്കണം കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് അതുപോലെ തന്നെ ഒരു സ്ലിപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആധാർ കാർഡ് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ആരാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക, കാരണം OTP നമുക്ക് കിട്ടാനുണ്ടാവും. ഓക്കെ, അങ്ങനെ അവിടുന്ന് OTP കിട്ടി അവിടുന്ന് ഒരു ചെറിയ സ്ലിപ്പ് നമുക്ക് കിട്ടും. ആ സ്ലിപ്പും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കിതാ ഇവിടുന്ന് നേരെ പോവാം. ആ സ്ലിപ്പ് നമ്മളെ കയ്യിൽ നിന്ന്, ആ ഒരു സ്ലിപ്പാണ് എനിക്ക് മെയിനായിട്ടുള്ള സ്ലിപ്പ് കേട്ടോ. ആ സ്ലിപ്പ് കൊണ്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് നേരെ കാണുന്നതിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ഓഫീസിലേക്കാണ് നമുക്ക് നേരെ പോകാനുള്ളത്. ഓക്കെ, ഈ രജിസ്ട്രേഷൻ ഓഫീസിൽ നേരെ കയറി ചെന്നാൽ നമുക്ക് അവിടെ ഒരുപാട് സ്ക്രീനുകൾ, ഇതാ കണ്ടില്ലേ, ഒരുപാട് സ്ക്രീനുകൾ നമുക്ക് കാണാൻ പറ്റും. ആ സ്ക്രീനിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയ ടോക്കണില്ലേ, പ്രീ രജിസ്ട്രേഷൻ്റെ സമയത്ത് കിട്ടിയ ടോക്കണിലുള്ള നമ്പർ നമ്മൾ വിളിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്പർ കിട്ടുമ്പോൾ നമ്മളതിനെ നമ്മൾ വിളിക്കും. ആ ഒരു നമ്പർ ആ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കും. ഏത് കൗണ്ടറിലേക്കാണ് നമുക്ക് പോവേണ്ടത് എന്നുള്ളതും അതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് അവിടെ നിന്ന് തന്നെ സ്ട്രെയിറ്റ് നേരെ കയറി പോയാൽ ഓരോ കൗണ്ടർ നമ്പർ ഉണ്ടാവും. ആ കൗണ്ടറിലേക്ക് പോവാം, നമ്മളുടെ ആധാർ കാർഡ് കൊടുക്കുക. നമ്മൾ ഈ ഒരു ടോക്കണും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് രജിസ്ട്രേഷൻ ചെയ്ത ഫയൽ നമുക്ക് നിംഹാൻസിൻ്റെ ഫയൽ നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് നമുക്ക് ഇനി MRI CT സ്കാൻ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ കാണിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ബില്ലടക്കാനുള്ളത്. ഇപ്പോൾ ആ കൗണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ G4 എന്ന് പറഞ്ഞ കൗണ്ടറിലാണ് നമുക്ക് ബില്ലടക്കാനുള്ളത്. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഫയൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചാൽ മതി ഏത് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന്. ആ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുന്ന ഫയലില്ലേ അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് പറയും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കേട്ടോ. G1 G2 G3 അങ്ങനെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത് എന്നിട്ട് എവിടെയെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചാലും മതി, നേരെ പോവുക. ഓക്കെ, നേരെ പോയിട്ട് ഈ റൈറ്റ് സൈഡിൽ G1 ലെഫ്റ്റ് സൈഡിൽ G3 ആണ് ഉണ്ടാവുക. സ്ട്രെയിറ്റ് ഉള്ളത് G2 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ G3 മെയിനായിട്ട് ന്യൂറോ സർജറി ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ G1 ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് ഏത് നമ്പറാണോ കിട്ടിയിട്ടുള്ളത് അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോവേണ്ടത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ CT സ്കാനോ MRIയോ അങ്ങനെ എന്തെങ്കിലും എഴുതി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഫയൽ കിട്ടില്ലേ, അവിടെ G4 എന്ന് പറഞ്ഞ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ ബില്ലടിച്ചിട്ട് ആ ബില്ലിൻ്റെ റെസിപ്റ്റും കൊണ്ടിട്ടാണ് നമ്മളതിന് പോകേണ്ടത്. അപ്പോൾ ആ CT സ്കാൻ എടുക്കേണ്ടത് വേറെ സ്ഥലത്താണ്. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടോക്കൺ എടുത്തില്ലേ, ആ ഫസ്റ്റ് ടോക്കൺ എടുത്ത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആ റോഡിൻ്റെ ഓപ്പോസിറ്റ്, ഈ കാണുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു വൈറ്റ് ബിൽഡിങ് കാണുന്നില്ലേ, അവിടെയാണ് കേട്ടോ നമുക്ക് CT സ്കാൻ MRI എല്ലാം എടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് അല്ല, ഇതൊരു സബ് ബ്ലോക്ക് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ന്യൂറോ സെൻറ്റർ എന്ന് എഴുതിയിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ, അങ്ങോട്ടേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അതായത് അവിടെയാണ് മെയിനായിട്ട് ഈ CT സ്കാൻ MRI അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഉള്ളത് ആ ഒരു ന്യൂറോ സെൻറ്ററിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ. ഇവിടെ ഇങ്ങനെ CT സ്കാൻ കാര്യങ്ങൾ എടുക്കാൻ വരുന്നവരായിരിക്കും മെയിൻ, അല്ലാണ്ട് തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ G21 നമുക്ക് MRIൻ്റെ ഒക്കെ റെസിപ്റ്റും കാര്യങ്ങളും പേ ചെയ്തിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വാതിൽ കടന്നിട്ടാണ് നമുക്ക് നേരെ പോവുക. നേരെ പോയി കഴിഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ടാവും കേട്ടോ, CT സ്കാൻ എവിടെയാണ് MRI സ്കാൻ എവിടെയാണെന്നുള്ള ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പോകുന്നത് CT സ്കാനിൻ്റെ ഭാഗത്തേക്കാണ്. അതെവിടെയെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നേരെ പോയിട്ട് റൈറ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് CT സ്കാനിൻ്റെ ഭാഗത്തേക്ക് എത്തുക. നേരെ പോയിട്ട് CT സ്കാൻ. ഓക്കെ, അപ്പോൾ ഈ CT സ്കാനിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്യുക, അവർ വിളിക്കും. നമ്മൾ ആ റെസിപ്റ്റ് കൊടുത്താൽ അവർ വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു OPD ടിക്കറ്റ് എടുക്കേണ്ടത്, രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടത്, സ്കാനിങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബില്ലടക്കണം, എവിടേക്ക് പോകണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.